സാംസങ് S24 സീരീസ് ഇറങ്ങിയിട്ടുള്ള അതിൻ്റെ കൂടുതൽ തുടർച്ചയായിട്ടുള്ള ന്യൂസ് എന്തൊക്കെയാണ്, അതിൻ്റെ അപ്ഡേറ്റ്സ്, പ്രശ്നക്കാരനാണോ, S23 ഉള്ളവർ മാറ്റി വാങ്ങണോ എന്നുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരിട്ട് കാണുമ്പം പലരും അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അപ്പം ഒരു ലെങ്തി ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം എന്ന് കരുതുന്നു. അതിന് തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഇതിനകത്ത് S24 സീരീസ് ഷോ അപ്പ് ചെയ്ത് അവർ ഹൈപ്പ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് കൂടുതലും AI ഫീച്ചേഴ്സ് വെച്ചിട്ടാണ്. കുറേയധികം AI ഫീച്ചേഴ്സ് അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം 2025 കൂടി എല്ലാം സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അത് പെയ്ഡ് ആക്കും എന്നാണ്. സ്റ്റോപ്പ് ചെയ്യുന്ന മീൻസ് പെയ്ഡ് ആക്കും. സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ AI ഫീച്ചറുള്ള ടാബിലല്ല. അവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇത് കാണാൻ സാധിക്കുന്നത് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ്. 2025 ഇതൊക്കെ നിർത്തും എന്നുള്ളത് മെൻഷൻ ചെയ്തേക്കുന്നത് ബ്രൈറ്റ്നസ് 2600 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഒക്കെ എഴുതിയിട്ടുള്ള ആ ഒരു ടാബിലാണ് ഇതുകൊണ്ട് മെൻഷൻ ചെയ്തേക്കുന്നത്. അതെന്തിനാണ് അവിടെ കൊണ്ട് മെൻഷൻ ചെയ്തേക്കുന്നത് ഞാൻ അന്നോട്ട് ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായിട്ടില്ല. ഒന്നേ മനസ്സിലായിട്ടുണ്ട്, ആരും ശ്രദ്ധിക്കാതെ അവർ മെൻഷനും ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരും ശ്രദ്ധിക്കുകയും ചെയ്യരുത്. അതാണ് അവരുടെ തന്ത്രം. രണ്ടാമത്തെ കാര്യം, ഞാൻ പേഴ്സണലി S24 അൾട്ര ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2-3 വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ഓട്ടോമാറ്റിക് ജനറേറ്റീവ് ഫിൽ എന്ന് പറയുന്ന ഒരു ഫീച്ചർ അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ബാസ്കറ്റ് ബോൾ അടിച്ചിട്ട് ആ ഒരു പ്ലെയർ പിടിച്ച് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ അവിടെ അങ്ങനൊരു മാറ്റിയതാണെന്ന് അറിയാത്ത രീതിയിൽ കൊണ്ടുവെക്കുന്ന ഒരു ഫീച്ചർ അവർ കാണിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെയാണ് ആ ഒരു സംഭവങ്ങളാവുന്നത്. പക്ഷേ നമ്മൾ റിയാലിറ്റി ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചധികം താമസിച്ച് ഇങ്ങനെ നോക്കിയിരിക്കണം. ഒരു കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് നോക്കിക്കണം. എന്നാൽ മാത്രമേ ജനറേറ്റീവ് ആകത്തുള്ളൂ. ഞാൻ പേഴ്സണലി എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അവർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തന്നിട്ടുള്ള ആ ഒരു ഫോട്ടോയിൽ തന്നെ ചെയ്ത് നോക്കി. പ്രോപ്പറായിട്ടുള്ള ഒരു കട്ടിങ്ങും കാര്യങ്ങളൊന്നും അതിൽ വന്നിട്ടില്ല. അവർ തന്നിട്ടുള്ള ആ ഒരു ഫോട്ടോ പോലും വന്നിട്ടില്ല. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഫോട്ടോസ് വരുമ്പോഴത്തേക്ക് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. മേ ബി ഇവരുടെ ഹൈപ്പ് മാത്രമാണോ ഇതൊക്കെ. പിന്നെ അവരുടെ 7 വർഷത്തെ OS അപ്ഡേറ്റ്, 7 വർഷമൊക്കെ ആരുടെ തുടർച്ചയായിട്ട് ഈ ഒരു ഫോൺ തന്നെ ഈ ഫ്ലാഗ്ഷിപ്പ് ആണെങ്കിൽ പോലും ആരുടെ തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉള്ള ടെക്നോളജി ആയിരിക്കും അന്നത്തെ ടെക്നോളജി. ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ അന്ന് താങ്ങുമോ ആ ഒരു ഫോണിന്? ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ ആണോ അപ്പോഴത്തെ കാര്യങ്ങൾ? അപ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ ഇത് സപ്പോർട്ട് ആവുമോ? ഐ ഡോണ്ട് നോ. നിങ്ങളുടെയും കൂടെ പെർസ്പെക്റ്റീവ് ഷെയർ ചെയ്താൽ എനിക്കത് കൂടുതൽ നോളജിലേക്ക് വഴിതെളിക്കും. നിങ്ങളുടെ ഡിസ്കഷൻസ് എല്ലാം താഴെ ഒന്ന് മെൻഷൻ ചെയ്യുക. മിക്ക രാജ്യങ്ങളിലും അവരുടെ പ്ലസ് വേരിയന്റിലും S24ലും അൾട്രാ വേരിയന്റിലും സ്നാപ്ഡ്രാഗൺ 8 Gen 3 കൊടുത്തപ്പം നമ്മുടെ ഇന്ത്യയിലും അങ്ങനെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമാണ് S24നും S24 പ്ലസിനും അവർ Exynos 2400 എന്ന് പറഞ്ഞ പ്രൊസസർ കൊടുത്തിട്ടുള്ളത്. S24 അൾട്രാ സ്നാപ്ഡ്രാഗൺ 8 Gen 3 വെച്ച് വരുന്ന ഫോൺ വരെ ത്രോട്ടിലിംഗ് ഇഷ്യൂനെ കാട്ടി കുറവാണ് നമ്മുടെ S24ഉം S24 പ്ലസിലും വരുന്ന Exynos 2400 എന്ന് പറഞ്ഞ ആ ഒരു പ്രൊസസർ കാഴ്ചവെക്കുന്നത്. ഈ Exynos ചിപ്സെറ്റ് അധികം ഹീറ്റ് ആവുന്നില്ല, നല്ല പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. S24ഉം S24 പ്ലസും ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഉപയോഗിച്ചവർ പറയുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന ഒരു ഫോണാണ് എന്നാണ് പറയുന്നത്. പിന്നെ S23യിൽ നിന്നും S24 എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് ഒട്ടും തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഈ സർക്കിൾ ടു സെർച്ച് എന്ന് പറഞ്ഞാൽ അവർ കാണിച്ചൊരു ഫീച്ചർ ഉണ്ടല്ലോ, അത് എല്ലാ ഫോണിലും കോമൺലി വരും എന്നാണ് ഗൂഗിൾ പറയുന്നത്. ഈ ഒരു ഈവന്റ് കഴിഞ്ഞ ഉടനെ പിക്സലും ഗൂഗിളും കൂടെ കൊളാബറേറ്റ് ചെയ്ത് ഇത് പിക്സലിന്റെ ഫോണിൽ വരുന്ന രീതിയിൽ അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന അറിയത്തില്ല. ഈ സർക്കിൾ ടു സെർച്ച് ഒക്കെ കൊണ്ടുവരുന്നെങ്കിലും പക്ഷേ റിയൽമിയുടെ ഫോൺ ഞാനൊരു 3 വർഷം മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 3 വർഷത്തിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ റിയൽമിയിൽ സൈഡിൽ നിന്ന് ഇങ്ങനെ ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. ആ ഒരു സാധനത്തിൽ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ നമുക്ക് അതിനകത്ത് ഗൂഗിൾ ലെൻസ് വരും, പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇവിടെ പ്രസ് ചെയ്ത് പിടിക്കുന്ന ആ ഒരു ടൈമേ അവിടെ വരുന്നുള്ളൂ. ഇതൊക്കെ റിയൽമി പണ്ടേ വിട്ട കേസ്. S23 അൾട്രയിൽ നിന്ന് S24 അൾട്രയിലോട്ട് വരാനും എടുത്തു പറയത്തക്ക പ്രത്യേകിച്ചൊന്നും ഞാൻ കാണുന്നില്ല. അങ്ങനെ മാറേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു മൈനറായിട്ടുള്ള ക്യാമറയിൽ കുറച്ച് ചേഞ്ച്, വീഡിയോയിലാണ് കുറച്ച് ചേഞ്ചസ് പറഞ്ഞത്, ഫോട്ടോയിൽ ഒന്നുമില്ല. സൂം ചെയ്യുമ്പം ഒരു പൊടിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. അതൊക്കെ മാറാനുള്ള ഒരു കാരണമായിട്ട് ഇല്ല. ലോ ലൈറ്റിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നമ്മുടെ മിസ്റ്റർ ഹോസ് ബോസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വ്യക്തമായി കാണിക്കുന്നുണ്ട് S23ന്നും S24 വരുമ്പോഴത്തേക്ക് ലോ ലൈറ്റ് പെർഫോമൻസ് കുറച്ചുകൂടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് S24 സീരീസിൽ പറയത്തക്ക ഒന്നുമില്ല. S23 എന്തോ അതൊക്കെ തന്നെ കുറച്ചുകൂടെ AI കൂടെ കുത്തി നിറച്ചിട്ടുള്ള ഒരു സാധനം. പിന്നെ പുതിയ ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവന്നു. ഓൾറെഡി 8 Gen 2 നല്ലൊരു പ്രൊസസർ അല്ലേ. പിന്നെ 8 Gen 3യും ആ ചിപ്സെറ്റ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് AI തന്നെയാണ്. കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ ഷെയർ ചെയ്യാം. അല്ലാതെ ഇനിയും കൂടുതൽ വലിച്ചു കിട്ടേണ്ട കാര്യങ്ങളൊന്നും അതില്ല. അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ കിളി ബ്രോ സൈനിങ് ഔട്ട്.